ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. നമ്മളെ ഉച്ച ചോറിന സമയമാണ് കേട്ടോ. ചോറിന സമയത്ത് നമ്മളൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഇതുവരെ ഒന്ന് മനസ്സറിഞ്ഞ് ആസ്വദിച്ച് തിന്നിട്ടില്ല, സത്യം പറഞ്ഞാൽ കണ്ടിട്ടുമില്ല. കാരണം ഒന്നാമത് നമ്മളെ നാട്ടിൽ ഈ സാധനം കിട്ടൂല. നമ്മൾ കുറേ അന്വേഷിച്ചൊക്കെ നടന്നിട്ടുണ്ട്, കിട്ടില്ല. നമ്മൾക്ക് മുന്നേ നമ്മൾ മരിച്ചു പോയ ഏട്ടന് നമുക്ക് ഇവിടുന്ന് അവരെ ഭാര്യ വീട്ടിൽ നിന്ന്, അതായത് ഏട്ടമ്മേൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടമ്മ അങ്ങനെ പറയലുണ്ട് ഇനി വരുമ്പോ കൊണ്ടു തരണ്ട് എന്നൊക്കെ. പക്ഷെ കിട്ടിയിട്ടില്ല അല്ലേ, നമുക്ക് ജീവിതത്തിൽ കഴിച്ചില്ല. ഞാൻ ഒരു പ്രാവശ്യം ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോ കഴിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. അതന്നെ. പിന്നെ ഞങ്ങള് ഒരു ദിവസം ഹോട്ടലിൽ കയറിയപ്പോ മഞ്ചേരിന്ന് വേണല്ലേ നമ്മൾ കഴിക്കാൻ പുറപ്പെട്ടിട്ട് പിന്നെ എന്തിപ്പോ ഇത് വേണ്ട വിചാരിച്ച്. പക്ഷെ അതിനെ കുറിച്ച് അറിയില്ല, ഇതിന്റെ ടേസ്റ്റ് അറിയില്ല. പിന്നെ എല്ലാരും ഇങ്ങനെ കഴിക്കണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോ അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. എന്തായാലും ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് നല്ല മഴ തന്നെ കിട്ടിയല്ലേ. ഇപ്പൊ കുറച്ച് മഴ ചോർന്നു. മിഞ്ഞാന്ന് ഞങ്ങള് നിശ്ചയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് പോയപ്പോ മഞ്ചേരിയിൽ ഒരാളവിടെ വെക്കുന്നുണ്ട്. അപ്പൊ തന്നെ അതാ സാധനം എന്ന് പറയലും വണ്ടി നിർത്തലും വാങ്ങലും കഴിഞ്ഞ്. പക്ഷെ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്നലെ പോക്ക് അല്ലായത് കാരണം ഇന്ന് അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണേ. ഇപ്പൊ കുറച്ചു നേരം തിരക്കുണ്ടായിരുന്നു, അത് കാരണം നമുക്ക് ഉച്ചവരെ പതുമയ്ക്ക് നോക്കാൻ പറ്റിയില്ല. ഇപ്പൊ സമയം 1:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് പതുമയ്ക്ക് നോക്കണേ. അപ്പൊ സാധനം എന്താന്നറിയോ, എല്ലാവർക്കും അറിയണ സാധനം തന്നെയാണ്. ഇതാണ് എരുന്ത് എന്ന് പറയുന്ന സാധനല്ലേ, അതാണ് കേട്ടോ. വാ അപ്പൂസ് വന്നു കേട്ടോ, ട്യൂഷൻ കഴിഞ്ഞ്. വാതില് തുറന്നുണ്ട്. അപ്പൊ ഈ സാധനം നമുക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഞാൻ അപ്പൊ കൊറേ നേരം യൂട്യൂബിൽ കയറിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പൊ കുറെ ആൾക്കാർ തേങ്ങ അരച്ചിട്ട് വറുത്തരച്ചിട്ടും പച്ച അരച്ചിട്ടും ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ താളിച്ചാണ് ഉണ്ടാക്കണം. അപ്പൊ നമ്മള് താളിപ്പിന്റെ ആൾക്കാരാണല്ലോ, അതുകൊണ്ട് സന്തോഷമായിട്ട് തന്നെ പറഞ്ഞിരുന്നു നമുക്ക് താളിക്കാന്ന് കേട്ടോ. ഇത് താളിക്കാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, അതാകുമ്പോ പിന്നെ പെട്ടെന്ന് ആക്കാനും എളുപ്പമുണ്ട്. അപ്പൊ ഞങ്ങളും തന്നെ ഇത് താളിക്കാണ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചിരുന്നു മറ്റേ വേറെ സാധനല്ലേ കക്ക പറയുന്നത്, അതേന്ന് ഞങ്ങൾ അതും വാങ്ങിയിട്ടുണ്ട്. അതും ഇതും കൂടി ഒന്ന് വെച്ചിരുന്നത് അവിടെ. പക്ഷെ അത് ഇന്റെ അമ്മ എത്ര നേരം കൊറേ നേരം ഇരുന്നിട്ടാണ് ക്ലീൻ ചെയ്തത്. കുഞ്ഞു കുഞ്ഞു സാധനല്ലേ, അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ സാധനം എടുത്ത് കളയാം. അപ്പൂസ് കുറച്ചു നേരമൊക്കെ കൂടി തന്നു. സന്തോഷേട്ടനൊന്നും വന്നിട്ട് നോക്കിയിട്ട് പോയി. ആരും കിട്ടിയില്ല നന്നാക്കാൻ. ഇനി കുറച്ചും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും അതേപോലെ തന്നെ കുറെ നേരം മെനക്കെട്ട് ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷെ സംഭവമല്ല, ഇത് പൊളിഞ്ഞ് കിടക്കണ ഒരു സംഭവം എനിക്ക് കിട്ടി. അപ്പൊ കണ്ട അതിൻ്റെ ഉള്ളിൽ ഒരു വേസ്റ്റോ അങ്ങനെ കാണില്ല. ഇതന്നെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, തക്കാളി, അതിൻ്റെ ഇത്രയും സംഭവം വെച്ചിട്ട് താളിച്ചെടുക്കണം കേട്ടോ. ഇതായിട്ട് വേണം നമുക്ക് ചോറിനാൻ. ഭയങ്കര ആകാംക്ഷ എങ്ങനെയുണ്ട് ടേസ്റ്റ്, ഇതിന്റെ രുചി. പക്ഷെ മറ്റേതാണ് നമ്മൾ തിന്ന് ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ഒക്കെ ആക്കിയിട്ട്. പക്ഷെ ഇത് താളിച്ചത് നമ്മള് തിന്നിട്ടില്ല. ഇത് താളിച്ചത് ഇതായിട്ട് ചോറിന് അമ്മ വെച്ചിട്ടുണ്ടമ്മ? ഞാന് കഴിച്ചിട്ടുണ്ടോ ചോദിച്ചാക്കി അപ്പൂസ് വന്നിട്ടുണ്ട്. ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, ചോറ് കൊടുക്കണം. ഒരു മഴ ഇതൊക്കെ തന്നെ ചപ്പളി. പിന്നെ കോഴിക്കൂടും കൂടി ഉണ്ടാകുമ്പോ പിന്നെ കണക്കായി. വൃത്തി പുതിയ കൂടായപ്പോ അല്ലൊക്കെ തന്നെ വൃത്തിയില്ലാറുണ്ട്. ഉഷാറായി. പിന്നെ കണ്ടില്ലേ മഴ ചെയ്തപ്പോ മൊത്തം ചോർച്ചയാണ്. അതൊക്കെ ആകെ വെള്ളം കളിയാണ്. സാരല്ല, അപ്പൊ ശരിയാവും. നമ്മൾ മൺചട്ടിയില് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതാ കക്ക ഞാൻ നല്ലോണം കുറേ വട്ടം ഇതിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. കുറേ വട്ടം. അപ്പുവാ ചോറ് വിളമ്പിച്ചിട്ടുണ്ട്. അപ്പൂസിനെ അപ്പൊ കക്ക ആവാൻ നിൽക്കണില്ല. അതിന്റെ മുന്നേ സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ, അത് കൂട്ടിട്ട് ചോറ് വിളമ്പിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നമ്മൾ സാധാ താളിക്കണ പോലെ തന്നെയായിട്ട് ഉണ്ടാക്കണത്. സത്യം പറഞ്ഞത് ഉണ്ടാക്കണ എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ത വിട്ടുപോയി.
നമുക്ക് എല്ലാ താളിപ്പും നിച്ചണ്ട്, ഈ താളിപ്പ് ഇങ്ങനെയാണ് നിച്ചല്ലേന്നു. പക്ഷെ എന്താ ഒരു സങ്കടം എന്നറിയോ, ഇത് സാധനം തീരല്ല. ഇത്രേ ഇറച്ചിയുള്ളൂ നോക്കിയേ. ഇതിനാ പിന്നെന്തെങ്കിലും ഇല്ലല്ല, ഇതാണ് അതിന്റെ ഉള്ളിൽ. മറ്റേത് അതെല്ലാം ഞാൻ അങ്ങനെ പൊളിച്ച് ചിലതൊക്കെ. അപ്പൊ സുടന്നാ ഇത് വന്ന് നോക്കിയാ നല്ല വൃത്തിയുള്ള സാധനം ഉള്ളേ, കണ്ടില്ലേ? അമ്മ മറ്റേ സാധനം വെച്ചിട്ടേ ഇതുള്ള ഇതിനെവിടെ തിന്നാന് ചോദിക്കുന്നുണ്ട് കക്ക. അത്രേ ഇറച്ചിയുള്ളൂ. തോടേണ്ട വലിയ സംഭവമാണ് അല്ലേ? തോടും കൂടി തിന്നാൻ പറ്റണം, എന്നാ മുതലാവും. ഞാനാ മറ്റേ കടുക്ക് കടുക്കറിഞ്ഞുണ്ടോ? അത് നല്ല ഇറച്ചിയുള്ളതാണ്. രസത്തിനാണ് അല്ല 300 റുപ്യൊക്കെ വില ഉണ്ട് ഒരു കുറച്ചിന്. പക്ഷെ അത് നമ്മളിവിടെ ഒന്നും കിട്ടൂറിയില്ല. ഇങ്ങനെ എല്ലായിടത്തും കിട്ടുമ്പോൾ കിട്ടൂല. അതന്നെ നമ്മളെ വണ്ടൂരില്ലല്ലേ? ഇത് മഞ്ചേരി കിട്ടിയതാ. മഞ്ചേരി തിരുവനന്തപുരത്ത് അതൊക്കെ പിന്നെ മസാല വരച്ചിട്ടുണ്ടല്ലോ. ബീച്ചിലുണ്ടോ? എല്ലാ സാധനവും മസാല വരച്ചു. ബീഫ് പിന്നെ കോഴി എല്ലായിടത്തും ഉണ്ടാവില്ലേ അമ്മ? മസാല വരച്ച് കൊണ്ടുപോയി പിന്നെ അടുക്കളയിൽ പാകം ചെയ്താൽ ഇടവും 15-ാം തീയതി വർഷം പറക്കും. അതിന്റെ മുമ്പേ തന്നെ ഉണ്ട് വർഷം. ഇടവ മാസത്തിന് പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോ ഇടവപ്പാതി അറിയാം. ഇടവപ്പാതി മഴ ഇപ്രാവശ്യം പാതിക്കൊന്നല്ല, അതിന്റെ മുമ്പേ തന്നെ. നമുക്ക് ഇപ്രാവശ്യം പേടില്ല നിക്കാലോ. ഇപ്രാവശ്യം അല്ലെങ്കിലും മഴ കുറച്ച് നേരത്തെ. ഇപ്രാവശ്യത്തെ വല്ല ചൂടറിഞ്ഞിട്ടില്ല. അതിനെ കിണറ്റില് വെള്ളം പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ആർക്കും വെള്ളമില്ല. ഇപ്രാവശ്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. മഴ പെയ്തു പിന്നെ ചൂടറിഞ്ഞിട്ടില്ല. മറ്റേ ജലനീതിന്റെ വെള്ളം 1.5 ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇപ്രാവശ്യം അങ്ങനെയല്ല, വെള്ളം പറ്റാത്തോണ്ട് ഇപ്പൊന്നും വെള്ളം മറ്റത് ഒരു ദിവസം ഉണ്ടായി ഒരു ദിവസം ഉണ്ടാവില്ല. അപ്പൊ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പൊ നമുക്ക് മറ്റേ വെള്ളം കൂടി ആയാല് കുഴപ്പമില്ല. ഓരോ മഴക്കാലം വരുമ്പോഴും പേടിയെന്നു. ഈ പ്രാവശ്യം ആ പേടിക്കാതെ നിക്കാം. അപ്പൊ നമുക്ക് അടുക്കള വരുന്നുണ്ട്. അടുക്കള ഒരു വിഷയം. അടുക്കള ഉണ്ടാ അതന്നെ ഏറ്റവും വലിയ വിഷയം അടുക്കളയാണ്. അടുക്കള ഉണ്ടായാലേ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നല്ലോണം മഴ ഇത് എന്ത് ചെയ്യുന്നറിയോ, ഈ ഗ്യാസിനെ അങ്ങോട്ട് ഉള്ളിക്കൊണ്ടുപോകും. ഗ്യാസ് നിറക്കണം. ഗ്യാസിൽ ചെറിയൊരു ഇതിലിങ്ങനെ നിൽക്കണേ. അപ്പോൾ വൈകാതെ നിറയ്ക്കും, എന്നിട്ട് ഉള്ളിക്ക് കൊണ്ടുപോകും. അപ്പോൾ ശരിയാവും. ഇപ്പം ഇവിടെ നിന്ന് ഇവിടേക്ക് വെള്ളമാവുകയാണ്. ഈ അടുപ്പിക്കൊക്കെ വെള്ളമാവും. മഴ ചെയ്താലും ഇങ്ങോട്ട് വെള്ളമാവും, അങ്ങോട്ട് വെള്ളമാവും, അപ്പോഴേക്ക് വെള്ളമാവും. വീട്ടിൽ കത്തി എന്തായാലും ചോദിക്കുന്നു ഉറപ്പല്ലേ. അപ്പോൾ നമ്മളെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി മൂത്ത്, കറിവേപ്പില, പിന്നെ ഒരു തക്കാളി. പക്ഷെ ഒരുപാട് തരത്തിൽ ഈ സാധനം ഉണ്ടാക്കണുണ്ട് കേട്ടോ. തക്ക താളിപ്പ് എന്ന് പറഞ്ഞിട്ട് തക്കാളി ഇട്ടിട്ടും ഉണ്ടാക്കണുണ്ട്. തക്കാളിക്ക് പകരം പുളി ഒഴിച്ചിട്ടുണ്ടാക്കി കണ്ടിട്ടുണ്ട്. അതേപോലെ മുളക് പൊടിക്ക് പകരം ഉണക്കമുളകില്ലേ അത് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളകിന് പകരം പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഏതാണ് ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് അറിയില്ലത് എന്താ സംഭവം എങ്ങനെയെന്ന്. വാങ്ങാത് വാങ്ങി നമ്മളെ പൂതിയോണ്ട് നമ്മൾ അതേപോലെ ആദ്യമായിട്ടാണ് ഇത് വാങ്ങി വീട്ടിൽ ഇത് ഉണ്ടാക്കി. രസം ഉണ്ടാവും നോക്കട്ടെ കേട്ടോ. ഇതായിട്ട് തിന്നോക്കട്ടെ. രസം അതിൻ്റെ വെള്ളല്ലേ, തിന്നാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ. മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് മുളകും പൊടി. പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടികളും കുറച്ച് മുളക് ഇട്ട് കൊടുത്തത്. ചില ആളുണ്ടാക്കണതിൽ മഞ്ഞളൊന്നും തീരെ ഇട്ട് കൊടുത്തില്ല, വെള്ള കളറായിട്ടാണ് കിടക്കണേ. നമുക്കൊരു എന്താ പോലെ അല്ലേ, വെളുത്ത് ഇങ്ങനെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മഞ്ഞളാക്കി കൊടുത്തത്. നമ്മളെ കഴുകി വെച്ച ഈ സാധനം എരുന്ത്
വെള്ളം പാരണ്ട. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം എന്ന് വെച്ചാൽ കഞ്ഞി വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. താളിപ്പിക്കൊക്കെ നമ്മളെ ഇങ്ങോട്ട് ആണ് ഇത് കൂടുതലും കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏത് താളിപ്പിക്കും കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുക. കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഭാഗം. നീ പറ്റൂലല്ലോ ഇത് പറ്റി പോവോ? കുറച്ച് കഴിക്കല്ലേ വേവുള്ള ഇത്. പിന്നെ ഉപ്പിട്ട് കൊടുത്തില്ല. എന്തൊക്കെ കോട്ടയ്ക്ക് കടിക്കുന്ന മല്ലിപ്പൊടി വേണ്ട. താളിപ്പല്ലേ ഇതാ സാധനം. ഇത്രേ ഉള്ളൂ. ഇത് വേവട്ടെ കട കിടന്ന്. അധികം നേരമൊന്നുമില്ല. സൗണ്ട് ഇങ്ങനെ തോടിന്റെ സൗണ്ടാണ്. സംഭവം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയതാണ്. ഇത് എന്തായിന്ന് അറിയണല്ലോ. കണ്ടോ തിളച്ചിട്ടുണ്ട്. ഇത് പൊട്ടിയിട്ടില്ല കേട്ടോ. ചിലതൊക്കെ പൊട്ടിയിട്ടുള്ളൂ. പൊട്ടണത് പൊട്ടണം. അപ്പോഴല്ല അതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചി നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് കടിച്ച് പൊട്ടിക്കേണ്ടി വരും അല്ലേ. ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോസ് ചോറും കൊണ്ട് ഇരിക്കുകയാണ് ഇതായിട്ട് തിന്നാൻ വിചാരിച്ചിട്ട്. ഇറച്ചിയൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഒന്നുകൂടി വേവണം. വെന്തിട്ടില്ല. വേവട്ടെ. അപ്പോൾ ഇത് വെന്തോന്ന് എങ്ങനെ പറയാ? വെന്താ പൊട്ടിയിട്ട് പൊട്ടുമല്ലേ. ഇത് വെന്തോന്ന് എങ്ങനെ അറിയാം? വെന്തുണ്ടാവും. ഇക്കണ്ട തിന്നോക്കല്ലേ. അതല്ലേ പറ്റുള്ളൂ. അത് വന്നിട്ടുണ്ടാവേ. അതതിനെക്കൊണ വേഗം എടുത്ത് അതിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. എടുത്താ കിട്ടണ ഇതാണ് ഇതിന്റെ സാധനം. റേഷൻ പൂട്ടിന്റെ കുരുണ്ട്. ഞാൻ വന്നിരുന്നു. ഓർമ്മല്ല. നമുക്ക് വെന്തോ എന്ന് അനുമാനിക്കാം. മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വെച്ചതെന്നൊക്കെ. ഇതൊക്കെ ഇപ്പൊ പൊട്ടി റെഡി ആയില്ലേ? പൊട്ടിയിട്ടുണ്ട്. പിന്നെന്താ ഉള്ളിയോട് വറവിട അങ്ങനെ വേണ്ട. വറവിട്ടിട്ടല്ലേ എണ്ണയ്ക്ക് താളിപ്പല്ലേ. ഇത് സാധനം റെഡി. നമുക്ക് ചോറിനാ വെന്തുണ്ട് കേട്ടോ. ഇതിൽ തോട് എന്തിനാ എടുക്കുക നമ്മള്? നേരം ചെയ്യല്ലേ. തോട് തിന്നാ വിവരാണെങ്കിൽ പിന്നെ വാങ്ങിക്കല്ലേ. അപ്പൊ നമുക്കിതും കൂട്ടി ചോറിനാട്ടോ. പോവാ. പൊരി പൊരി പൊരി. സാമ്പാർ ഒഴിച്ചു. രസമല്ല. ഭാവി വാ. കൊറേ വായന കണ്ടു. എന്താണ് അപ്പൊ ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ദിവസമല്ല കേട്ടോ. നൈവേദ്യം പായസം. അമ്മ ടേസ്റ്റ് നോക്കിയമ്മ. അമ്മക്ക് വേണ്ട. അപ്പൊ ഞങ്ങള് നല്ല കറക്റ്റ് ടൈമാണ്. പക്ഷെ നല്ല മഴയുണ്ട്. നല്ല മഴ ഉണ്ട് പുറത്ത്. ചൂട് ചൂട് ചൂട്. തോട് തിന്നൂലോ. തോട് തിന്നരുതേ. നല്ല മഴയുണ്ട്. ഇതിന് പുറത്ത് അടിപൊളി മഴ പെയ്യണുള്ളൂ. അപ്പൊ നമ്മളിത് കഴിച്ച ഉടനെ ടേസ്റ്റ് പറയല്ലേ. അമ്മയ്ക്ക് സാമ്പാർ മതി. അമ്മയ്ക്ക് എന്താ കുമ്പളങ്ങ സാമ്പാർ. ഭാവി ടേസ്റ്റ് ചെയ്യ്. എന്നിട്ട് പറയും രസം ഉണ്ടോന്ന്. ചോറ് വേണ്ടേ? കടുക്കല്ല. ഇത് മാത്രം മതി. ഉള്ളിൽ ചെറിയ കഷ്ണം ഇറച്ചിണ്ട്. അത് ഈന്തി ഇരിക്കല.
നമ്മള് മീനിന്റെ മുള്ളൊക്കെ അങ്ങനെ ഇരിക്കും. ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോന് ഒരു മധുരാണ് ഇഷ്ടപ്പെട്ടില്ല. നോക്കട്ടെ, നമ്മൾക്ക് നോക്കട്ടെ. അത് ഇടണ്ട കേട്ടോ ഒന്നായിട്ട് വായാല്. ഇല്ലല്ല കഴിച്ചോക്ക് കവിയ എങ്ങനെയുണ്ട്? ഒന്നെടുക്കണ്ട ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. രസമുണ്ടല്ലേ? ഇറച്ചില്ലല്ലേടാ? ഇറച്ചിക്ക് പോയി ചിക്കൻ വാങ്ങാം. പക്ഷേ പറഞ്ഞ പോലെ എന്താ എന്താ എത്രേ ഉള്ളൂ. അതിനുണ്ടാവുള്ളൂ. ശരിയാ, 1.5 ഉണ്ട്. അപ്പൊ എന്നാ ശരി കേട്ടോ, നമുക്ക് ഭക്ഷണം കഴിക്കട്ടെ. ഇനി നാളെ വേറെ വിശേഷമായിട്ട് വരാം അല്ലേ? ടേസ്റ്റ് ഉണ്ട് അല്ലേ? അമ്മ കഴിച്ചില്ല, പിന്നെ ടേസ്റ്റ് ഉണ്ട് പറയണേ. ഞാൻ പറഞ്ഞിട്ട് അപ്പൊ ആയിക്കോട്ടെ. ബൈ. അപ്പൊ